1.5 ലക്ഷം ലോസ് വന്നപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നുണ്ടോ? മിസ്റ്റേക്സ് അന്ന് ഞാൻ പഠിച്ചു. അന്നാണ് ഞാൻ ശരിക്കും ഡിസിപ്ലിൻ എന്താണെന്ന് പഠിച്ചത്. കേട്ടിട്ടുണ്ട്, അതായത് ലോസ് വരുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1.5 ലക്ഷമാണ് ഏറ്റവും വലിയ ലോസ് വരുത്തുന്നല്ലേ പറഞ്ഞേ. ഈ 1.5 ലക്ഷം ലോസ് വന്നപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഒന്നുണ്ടോ? പല ആൾക്കാർക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് ലോസ് വരുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത്രയ്ക്ക് അങ്ങോട്ട് ഡെപ്തിൽ പോയിട്ടില്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഫാമിലി ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിരുന്നു. സോ അത് ഫാമിലീനെ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല എനിക്കറിയാം. അത് എന്നെ തന്നെ എഫക്റ്റ് ചെയ്യുള്ളൂ. അതെങ്ങനെ തിരിച്ച് പിടിക്കാം, അതെന്തുകൊണ്ട് പോയി, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കിയിരുന്നത്. മിസ്റ്റേക്സ് അന്ന് ഞാൻ പഠിച്ചു. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലേ, എന്താണ് പറ്റിയത്. ഒരുപക്ഷെ അത് ചിന്തിക്കാതെ പ്രഷർ അടിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പോവായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നീ പറഞ്ഞ പോലെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. സക്സസ് ഉണ്ടാവില്ല. ഇല്ല. അന്നാണ് ഞാൻ ശരിക്കും ഡിസിപ്ലിൻ എന്താണെന്ന് പഠിച്ചത്. കാരണം ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പോയത്. സ്റ്റോക്ക് മാർക്കറ്റിലെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് പറ്റും, തിരുത്തലൊന്നും നടക്കില്ല. ആവർത്തിക്കാതിരിക്കുക, അതേ പറ്റുള്ളൂ. പണിഷ്മെൻറ്റ് ആദ്യം കിട്ടും മാർക്കറ്റിൽ നിന്ന്, അതെനിക്ക് കിട്ടി. ഞാനത് ആവർത്തിക്കാണ്ടിരുന്നു പിന്നീട്.